റഷ്യ ഉക്രൈൻ യുദ്ധം ഏറെ ദിവസമായി നടക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. റഷ്യക്കെതിരെ ഉക്രൈൻ നൽകുന്ന വെപ്പൺസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് വളരെ വലുതായി പോവുകയാണ്. ലോകത്തിലെ അത്യാധുനിക ആയുധങ്ങൾ, കൂടാതെ ലോകത്തിന്റെ പഴയ ആയുധങ്ങൾ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിർമ്മിച്ച ആയുധങ്ങൾ കണ്ട ഒരു യുദ്ധമായി ഇവിടെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം മാറി. അങ്ങനെ രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെയും എത്ര അഡ്വാൻസ്ഡ് വെപ്പൺസ് ഉക്രൈന് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ചേർന്ന് നൽകിയാൽ പോലും ഈ റഷ്യയുടെ അൺഗൈഡഡ് ബോംബ്സ് ആയിട്ടുള്ള ഗ്ലൈഡ് ബോംബ്സിനെ ഇവരെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നേയില്ല. ഇത് ഇതിനകം തന്നെ ഉക്രൈൻ ഒരു വലിയ തലവേദനയായിരുന്നു. സത്യത്തിൽ ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരിയിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ദിവസം ശരാശരി 250-ലധികം ഗ്ലൈഡ് ബോംബ്സ് ഉക്രൈനിൽ റഷ്യ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെ വേദനയോടുകൂടി തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഒരു വശത്ത് പോകുമ്പോൾ ഒരു ഗ്ലൈഡ് ബോംബിന്റെ റേഞ്ച് എത്രയായിരിക്കും? ഒരു 30-40, കൂടിപ്പോയാൽ ഒരു 50-60. എന്നാൽ ഒരു 300 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ ഉള്ള ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലെ ഒരു ഗ്ലൈഡ് ബോംബ് ഞങ്ങൾ സൃഷ്ടിച്ചുവെന്ന് റഷ്യയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഇത് എരിയുന്ന തീയിലേക്ക് വീണ്ടും എണ്ണ ഒഴിക്കുന്നത് പോലെ. അങ്ങനെ എന്ത് ബോംബാണ് റഷ്യ സൃഷ്ടിച്ചത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. HUR ഉക്രൈന്റെ ഡിഫൻസ് ഇന്റലിജൻസിന്റെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള വേഡിം സ്കിപ്സ്കി ഇദ്ദേഹമാണ് ഇക്കാര്യം പറഞ്ഞത്. സത്യത്തിൽ ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞ് 2 ദിവസത്തോളമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ റഷ്യയുടെ ഒരു അറിയിപ്പും വന്നു. ഇത് ഈ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റഷ്യക്കെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇദ്ദേഹം ഈ HURന് മാത്രമല്ല, ഉക്രൈന്റെ സ്പെഷ്യൽ യൂണിറ്റ് ആയിട്ടുള്ള GURനും ഇദ്ദേഹത്തിനും ഒരടുത്ത ബന്ധം തന്നെയുണ്ട്. ഇവരുടെ ഒരുപാട് മിഷൻസ് പദ്ധതിയിടുന്നതിലും ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രശ്നം ഗ്ലൈഡ് ബോംബ്സിനെ കുറിച്ചാണ്. ഗ്ലൈഡ് ബോംബ്സ് എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യ അമേരിക്ക ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയൻ അമേരിക്ക എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കോൾഡ് വാർ. ആ സമയത്ത് ചെയ്തത് രണ്ടുപേരും മാറി മാറി ഗ്രാവിറ്റി ബോംബ്സ് ക്രിയേറ്റ് ചെയ്തു. ഗ്രാവിറ്റി ബോംബ്സ് മറ്റൊന്നുമല്ല, മുകളിൽ നിന്നും നമ്മളൊരു മിസൈൽ അയക്കുകയാണെങ്കിൽ അതിലൊരു പ്രൊപ്പല്ലർ സിസ്റ്റം ഉണ്ടാകും. അതായത് അതിന് പിന്നിൽ പവർ നൽകാൻ ഒരു ജെറ്റ് എഞ്ചിനോ മോട്ടറോ ഉണ്ടാകും. അതിലൂടെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക. പക്ഷേ ഗ്രാവിറ്റി ബോംബ്സ് എന്നത് മുകളിൽ നിന്നും ഒരു വസ്തു താഴെ ഇടുന്ന ഒരു കോൺസെപ്റ്റാണ്. എങ്ങനെയാണോ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു വസ്തു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴേക്ക് വരുന്നത്, അതുപോലെ പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു ഗ്ലൈഡ് ബോംബ്സ്, ഗ്രാവിറ്റി ബോംബ്സ്. റഷ്യ പല മില്യൺസോളം ബോംബുകൾ നിർമ്മിച്ചു വെച്ചിരുന്നു അവരുടെ ആർസണലിൽ. പക്ഷേ ഉൽപാദനം ചെയ്തിട്ടും അത് അവരെ കൊണ്ട് എവിടെയും ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഈ ഗ്രാവിറ്റി ബോംബ്സ് എല്ലാം UNP കിറ്റ്, അതായത് യൂണിവേഴ്സൽ ഗൈഡൻസ് കിറ്റ് അല്ലെങ്കിൽ മോഡുലേഷൻ കിറ്റ്, ഇത് ആ ബോംബ്സുമായി അറ്റാച്ച് ചെയ്തിരിക്കും. ഇതായിരിക്കും ഒരു ഗൈഡൻസ് സിസ്റ്റം അതിന് നൽകുക. ആ ഒരു ബോംബിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ കിറ്റിന്റെ ഡിസൈൻ. സൈഡിലായി 2 ചിറകുകൾ ഉണ്ടാകും. ഇത് അതിന് നൽകുന്ന ഇൻപുട്ടിനനുസരിച്ചതുപോലെ ഫ്ലിപ്പേഴ്സ് മാറ്റും, ആ ഡയറക്ഷൻ മാറ്റുന്നത് പോലെ അഡ്ജസ്റ്റ് ആകും. അതായത് നേരെ ചെന്ന് വീഴേണ്ട മിസൈൽ ഈ ഗ്ലൈഡേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കാറ്റിൽ പറന്നുകൊണ്ട് അങ്ങനെ വീഴും. ഇതാണ് ഗ്ലൈഡ് ബോംബ്സ്. ഇത് നോർമൽ ബോംബിനെ, സാധാരണ ഒരു ബോംബിനെ ഗ്ലൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബോംബാക്കി മാറ്റുന്നത് ഈ UNP കിറ്റിന്റെ ജോലിയാണ്. അങ്ങനെ 2023 ഏപ്രിൽ മാസത്തിൽ റഷ്യ ആദ്യമായി ഈ ഗ്ലൈഡ് ബോംബ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ദിവസം ഒരു 5-10 ഇങ്ങനെയായിരുന്നു റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും റഷ്യ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്ന റേഷ്യോ കൂടി വന്നു. ഈ വർഷം ഫെബ്രുവരി മാസം റഷ്യ ഉക്രൈൻ ഒരിക്കലും ചിന്തിച്ചു നോക്കാത്ത അത്ര ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 തുടങ്ങി ഫെബ്രുവരി മാസം 26-നുള്ളിൽ 1200-ലധികം ഗ്ലൈഡ് ബോംബ്സ് ആയിരുന്നു ഉക്രൈനിലേക്ക് റഷ്യ അയച്ചത്. ഇതിൽ ഫെബ്രുവരി മാസം 16 രാത്രി തുടങ്ങി ഫെബ്രുവരി 17 വൈകുന്നേരം വരെയും 151 ബോംബുകൾ എറിഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപ് കൂടുതൽ രജിസ്റ്റർ ആയൊരു നമ്പർ, അത് 2024 ജനുവരി മാസം 8-ാം തീയതി 130-ലധികം ബോംബുകൾ എറിഞ്ഞിരുന്നു. ഇങ്ങനെ ഈ റേഷ്യോ അധികമായി ഇന്ന് ശരാശരി ഒരു ദിവസത്തിൽ തന്നെ 250 ബോംബ്സ് ആണ് പോകുന്നത്. ചിന്തിച്ചു നോക്കുക, ആവറേജ് ഒരു ദിവസം 200 ബോംബ് എടുത്താൽ പോലും ഒരു മാസത്തിൽ 6000 വരുന്നുണ്ട്. ഈ 6000 ബോംബ് എന്നത് നാറ്റോയിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ ടോട്ടൽ റിസർവ് തന്നെ അത്രയാണ്. നമ്മളിപ്പോൾ എല്ലാ രാജ്യങ്ങളെയും പറയാം, ഇന്ത്യയെ പോലും എടുക്കാം, നമ്മളും അങ്ങനെ ഒരുപാട് 1000-2000 ഒന്നും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കില്ല. ആ മിസൈലിൻ്റെ കോസ്റ്റ്, മിസൈൽ നമുക്ക് എത്രത്തോളം ആവശ്യമാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് അതിനെ ഒരു സ്റ്റെബിലൈസർ മോഡിൽ നിർമ്മിക്കുക. ഇപ്പോൾ നോർമലായ മോഡിൽ ഒരു മാസത്തിൽ ഒരു 4-5 മിസൈൽസ് അങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. എന്നാൽ റഷ്യയുടെ പക്കൽ ഇത്ര ഉണ്ടെങ്കിൽ അതിന് കാരണം സോവിയറ്റിന്റെ ആർസണൽ മാത്രം അല്ല.
റഷ്യയും അതിപ്പോൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കറണ്ട് സിനാറിയോ വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പോക്രോവസ്ക് ഡയറക്ഷനിൽ 500-ലധികം ഗ്ലൈഡ് ബോംബ്സ് ആണ് ഈ ആഴ്ചയിൽ മാത്രം പോയത്. ഈ 500 എന്നതൊരു ആവറേജ് കണക്കെടുത്താലും ഒരു മാസത്തിൽ തന്നെ ഇത് തന്നെ 15,000 കഴിയുന്നുണ്ട്. റഷ്യയുടെ പക്കൽ വലിയ ആർസണൽ ഉണ്ട്, എങ്കിലും റഷ്യ പരാജയപ്പെട്ടു എന്ന് ലോകരാജ്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പരാജയപ്പെടുന്ന ഒരു രാജ്യത്തിന് ഇത്രത്തോളം വെപ്പൺസ് യൂസ് ചെയ്യാൻ കഴിയുക? ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അത് പറയുന്നത് ലിറ്ററലി ഉക്രൈൻ തന്നെയാണ്. ഇതിന് ശേഷം വീണ്ടും പറഞ്ഞൊരു കാര്യം, ഈ ഒരു വർഷം അവസാനിക്കുന്ന ഒരു 1.5 മാസമേ ഉള്ളൂ. ഈ 1.5 മാസത്തിൽ 2 ലക്ഷം ബോംബുകൾ പുതിയ വേരിയന്റിൽ ഞങ്ങൾ നിർമ്മിക്കും. FPB 3000 പോലെ അതുപോലൊരു പുതിയ ബോംബ് റഷ്യ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെയുള്ള എക്സിസ്റ്റിംഗ് ബോംബിൽ നിന്നും ഒരല്പം മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ പഴയ ബോംബിന്റെ കിറ്റ് മോഡിഫൈ ചെയ്യുന്നതിലൂടെ 2 ലക്ഷം ബോംബ്സോളം ഉക്രൈനെതിരെ റഷ്യ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഇന്റലിജൻസും അവരുടെ പക്കൽ ഉണ്ടെന്നും പറയുന്നു. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തിരയുമ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അറിയാൻ സാധിച്ചത്. പൊതുവെ ബോംബുകൾ ഉപയോഗിക്കണമെങ്കിൽ എല്ലാ വിമാനങ്ങളെ കൊണ്ടും അത് അയക്കാൻ അങ്ങനെ കഴിയില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ നിന്നും അയക്കുന്നു അത്രത്തോളം ഈ ബോംബുകളുടെ ദൂരം വർദ്ധിക്കും. അങ്ങനെ നോക്കിയാൽ റഷ്യയുടെ പക്കലുള്ള Su-34 ഇതൊരു 15,000 മീറ്റർ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. സാധാരണ നിങ്ങൾ FAB 250 സീരീസ് ഒരു 250 കിലോയുള്ള ഒരു ബോംബ് അതിനെ ഈ ഗ്ലൈഡ് ബോംബാക്കി മാറ്റിയാൽ 14,000 മീറ്റർ ഉയരത്തിൽ നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യുമ്പോൾ 30-40 കിലോമീറ്റർ ദൂരത്തിലേക്ക് അതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ആകും. ഇത് തന്നെ റഷ്യയുടെ Su-30, Su-35 ഒക്കെ നോക്കിയാൽ 18,000 മീറ്റർ വരെയും ട്രാവൽ ചെയ്യാൻ കഴിയും. MiG-31, Su-57 ഒക്കെ 22,000 മീറ്റർ വരെയും ട്രാവൽ ചെയ്യും. റഷ്യ ഇപ്പോൾ ചെയ്തത് Su-34 ആണ് ഈ മിഷൻസിന് വേണ്ടി അവർ കൂടുതൽ ഉപയോഗിച്ചത്. കാരണം അത് ഒറ്റ സമയത്തിൽ തന്നെ 4-5 ബോംബുകളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ അതിലുള്ളൊരു വലിയ പ്രശ്നം Su-34 ഈ യുദ്ധത്തിൽ തുടക്കകാലത്ത് ഒരുപാട് തിരിച്ചടി വാങ്ങി. ഫ്രണ്ട് ലൈൻ ബോംബറായി ആക്ട് ആകുന്നുണ്ട്. പക്ഷേ അതിന് റഷ്യ ചില മിഷൻസ് ഒന്നും പ്രോപ്പറായി റെഡി ചെയ്തിട്ടില്ല. അതിന് സപ്പോർട്ടീവായി കൂടെ പോകുന്ന എസ്കോർട്ട് റോളിൽ ഏതൊരു വിമാനങ്ങളും പോകാത്തത് കൊണ്ട് തുടക്കത്തിൽ ഒരുപാട് പ്രശ്നം നേരിട്ടു. അതുകൊണ്ട് ഇതിലൊരു പ്രത്യേക ബാച്ചിനെ മാത്രം എടുത്ത് പുതിയ രീതിയിലുള്ള ട്രെയിനിങ് റഷ്യൻ എയ്റോസ്പേസ് നൽകി. എങ്ങനെയാണ് മെനുവർ ചെയ്ത് ബോംബുകളെ ലോഞ്ച് ചെയ്യുക, 10,000 മീറ്റർ മുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം, ഇങ്ങനെ ഒരു പുതിയ രീതി കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ തന്നെ ഈ FAB 250 250 കിലോഗ്രാം ഭാരമുള്ള ഒരു ബോംബ്, ഗ്രാവിറ്റി ബോംബ്, ഇതിൽ UMPB D30S എന്ന ഒരു പുതിയ ഗ്ലൈഡിംഗ് കിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലൈഡിംഗ് കിറ്റ് അറ്റാച്ച് ചെയ്തത് മാത്രമല്ല, നമുക്ക് സ്മാർട്ട് എന്ന ഒരു മിസൈൽ ഉണ്ടല്ലോ, മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ റിലീസ് സിസ്റ്റം, MLRS സിസ്റ്റം. ഇതിൽ ഈ ബോംബിന് താഴെ ഒരു പ്രത്യേക എഞ്ചിൻ അറ്റാച്ച് ചെയ്ത് അതിൽ നിന്നും ലോഞ്ച് ചെയ്ത് 350 കിലോമീറ്റർ ദൂരം വരെയും പോകുന്ന രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഈ 30SM കാറ്റഗറിയിലുള്ള ഈ ഒരു കിറ്റ് ലോഞ്ച് ചെയ്താൽ അതിന് പിന്നിൽ എക്സ്റ്റേണലി ഒരു മോട്ടർ ഉണ്ടാകും. ഇത് ചെയ്യുന്നത് ആ ബോംബ് പോകുന്ന ദൂരത്തെ വീണ്ടും പകുതിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. Su-34 നിന്നും നോർമൽ ലോഞ്ച് ചെയ്യുമ്പോൾ 30-40 കിലോമീറ്റർ പോകുന്ന ബോംബ് ഈ അപ്ഗ്രേഡ് ചെയ്ത് 30SM തരത്തിലുള്ള ഗ്ലൈഡ് കിറ്റ് അറ്റാച്ച് ചെയ്ത് അതിനെ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു 50-60 കിലോമീറ്റർ ദൂരം വരെയും പോകും. ഡബിൾ ദി എമൗണ്ട് റേഞ്ച് ലഭിക്കുന്നു. 13,000-14,000 മീറ്റർ ഉയരത്തിൽ നിന്നും ഈ ഒരു അപ്ഗ്രേഡഡ് കിറ്റ് 30SM കാറ്റഗറിയിലുള്ള ഈ കിറ്റ് ഉപയോഗിച്ച് ഒരു ബോംബ് ലോഞ്ച് ചെയ്യുമ്പോൾ 90 കിലോമീറ്റർ വരെയും ഇതിന്റെ റേഞ്ച് കിട്ടും. Su-34 നിന്നും ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഈ 2 തരത്തിലും ഉക്രൈനെതിരെ റഷ്യ ആക്രമണം നടത്താൻ പോവുകയാണ് ഈ പുതിയ തരത്തിലുള്ള ഗ്ലൈഡിംഗ് കിറ്റ് ഉപയോഗിച്ച്. പക്ഷേ ഇത് അവർ ചിന്തിക്കുന്ന അത്ര റിസൾട്ട് നൽകുമോ എന്നൊന്നും അറിയില്ല. കാരണം ഗ്ലൈഡ് ബോംബ്സിനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യാൻ ഉക്രൈൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ റീസെൻ്റായി നോക്കിയാൽ റഷ്യയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെലഗ്രാം ചാനൽസ്, റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായി ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽസ്, മുൻ സൈനികരൊക്കെ പറഞ്ഞത് ഉക്രൈൻ ഈ ഗ്ലൈഡ് ബോംബ്സിന് ഒരു പരിധി വരെയും ഗസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് റഷ്യ തള്ളപ്പെട്ടത്. കാരണം ഈ അപ്ഗ്രേഡഡ് കിറ്റിന്റെ നാവിഗേഷന് വേണ്ടി ഫ്ലൈറ്റ് പാത്ത് മാറ്റാൻ ഒരു പരിധിവരെയും മെനുവർ ചെയ്യാൻ സാറ്റ്ന എന്ന സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇത് ഉക്രൈൻ പാർഷ്യലി കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ ഈ ബോംബ്സിന് നൽകിയ ടാർഗറ്റ് വിട്ട് മാറി മറ്റ് സ്ഥലങ്ങളിൽ വീഴുന്നുവെന്ന് റഷ്യയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിനേക്കാളും ഫ്രീക്വൻസി കൂടുതൽ മാച്ച് ചെയ്യാൻ കഴിയാത്ത, ഉക്രൈൻ എത്ര തന്നെ ചിന്തിച്ചാലും സ്മൂവ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പുതിയ രീതിയാണ് കൊണ്ടുവന്നത്. അതും 250 സീരീസിലുള്ള ബോംബ്സിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉക്രൈനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? ഇപ്പോൾ ഈ MLR സിസ്റ്റത്തിൽ നിന്നും ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് പിന്നിൽ അതിൻ്റെ പ്രത്യേക എഞ്ചിൻ വെച്ച് ലോഞ്ച് ചെയ്യുമ്പോൾ ഉക്രൈൻ അത് ഈസിയായി ഡിഫെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ റഡാർ പ്രൊഫൈൽ വളരെ വളരെ കൂടുതലാണ്.
അതും MLR സിസ്റ്റത്തിൽ നിന്നും ലോഞ്ച് ചെയ്യുമ്പോൾ ഇത്ര വലിയ ബോംബ്, അതിൻ്റെ എയറോഡൈനാമിക്സ് എല്ലാം അവിടെ ബാധിക്കപ്പെടും. അപ്പോൾ ഉക്രൈനെ കൊണ്ട് ഈസിയായി ഗസ് ചെയ്യാൻ കഴിയും. കൂടാതെ മുകളിൽ നിന്നും അയക്കുന്ന ബോംബ് തന്നെ സാധാരണ കൂടുതലായും ഈ സബ്സോണിക് വേഗതയിലായിരിക്കും ട്രാവൽ ചെയ്യുക. അപ്പോൾ താഴെ നിന്നും ലോഞ്ച് ചെയ്യുന്ന ബോംബ് കുറഞ്ഞ സ്പീഡിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ റഡാർ പ്രൊഫൈൽ കൂടുതലാണ്, മെനുവർ ചെയ്യില്ല, ഈ ഒരു പാതയിലാണ് വരാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഉക്രൈന് മനസ്സിലാകും. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്നാൽ എന്തെങ്ങനെയായാലും ഇതിനകം 500 ബോംബ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 2 ലക്ഷം ബോംബ്സ് 1.5 മാസത്തിൽ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉക്രൈനുള്ളിൽ വരികയാണെങ്കിൽ വലിയൊരു നാശം തന്നെ ഉക്രൈൻ ഉണ്ടാകും. ഗ്ലൈഡ് ബോംബ്സിൽ അങ്ങനെ നമുക്ക് സാധാരണയായി ചിന്തിച്ചു കളയാൻ കഴിയില്ല. വളരെ വലിയ ക്രിട്ടിക്കൽ പ്രൊട്ടക്റ്റഡ് സൈറ്റ്സിനെ പോലും ഒരു ഗ്ലൈഡ് ബോംബ്സിന് നശിപ്പിക്കാൻ കഴിയും. പോക്രോവേഴ്സിൽ നമ്മളത് കണ്ടതാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. അതും വലിയ ആക്യുറസിയോട് കൂടി തന്നെ ആക്രമിക്കും. 3 ബിൽഡിംഗ് ഉണ്ട്. 3 ബിൽഡിങ്ങിന് നടുവിലുള്ള ബിൽഡിംഗ്, അവിടെയാണ് സൈനികരുള്ളത്, ഉക്രൈൻ സൈനികർ. അവിടെയാണ് റഷ്യയുടെ ഈ ഗ്ലൈഡ് ബോംബ് നേരിട്ട് വന്ന് അവരുള്ള ആ ബിൽഡിങ്ങിൽ തന്നെ അത് ആക്രമിച്ചു. അപ്പോൾ അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. 2 ബിൽഡിങ്ങിൽ ആളില്ല, നടുവിൽ മാത്രമേ ആളുകളുള്ളൂ. അവിടെ തന്നെ വന്ന് വീഴുന്നു എന്നുണ്ടെങ്കിൽ വളരെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുമായി പ്രോപ്പറായി വർക്കാകുന്നുണ്ട്. റഷ്യ അത് പ്ലാൻ ചെയ്ത് റിലീസ് ചെയ്യുന്ന ഹൈറ്റ് ആൻഡ് ആംഗിളും അതിനനുസരിച്ച് വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നത് ഉക്രൈന് ഒരു നല്ല കാര്യമേ അല്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഈ ഗ്ലൈഡ് ബോംബ്സ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയൊരു നേട്ടമായി മാറിയിട്ടുണ്ട്. ഇവരുടെ പക്കലുള്ള റിസർവ് നോക്കിയാൽ, റഷ്യയുടെ പക്കലുള്ള ഈ ഒരു റിസർവ് ഇതൊക്കെ നോക്കിയാൽ നാറ്റോയ്ക്ക് അടുത്തൊരു 10 വർഷമായാൽ പോലും ഇത് മാച്ച് ചെയ്യാൻ കഴിയില്ല. ആ ഒരു ബോംബുകൾ ഉക്രൈനെതിരെ കൂടുതൽ ഉപയോഗിക്കുന്ന റേഷ്യോ അത് ഉക്രൈനും വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.